സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമന്നാരായണീയ വേണുഗാനത്തിൽ ഇന്ന് ദശകം 2 3, 4 ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. കോമളം കൂജയൻ വേണും ശ്യാമലോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യൽ ത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദവി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ നഗസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ ആ അതിമനോഹരമായ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞ സാന്ദ്രാനന്ദമയമായ ആ രൂപത്തെ ഒന്നും കൂടി എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. കാരണം ഗുരുവായൂരപ്പനോട് നേരിട്ട് സംവദിക്കുന്ന രൂപത്തിലാണല്ലോ മേൽപ്പത്തൂരിൻ്റെ ഈ നാരായണീയ രചന. അപ്പോൾ ഗുരുവായൂരപ്പനോട് ഇവിടെ മേൽപ്പത്തൂർ പറയണോ, അല്ലേ, ഭഗവാനെ, സർവവ്യാപിയായ ഭഗവാനെ. ഭഗവാൻ സർവവ്യാപിയാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, എന്നാലും ഗുരുവായൂരപ്പനെ സംബോധന ചെയ്യാണ് മേൽപ്പത്തൂര്. സർവവ്യാപിയായ ഭഗവാനെ, അവിടുത്തെ ആ രൂപം എത്ര മനോഹരമാണെന്ന് പറയേണ്ടതില്ല. എന്നാൽ എല്ലാ ദേവന്മാരും പൂജ്യന്മാരാണ്, പൂജിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അവിടുന്ന് പൂജ്യമായതിലും പൂജ്യനാണ് എന്ന് പറയുന്നത് വെച്ചാൽ അവിടുത്തെ ആ ഒരു മഹത്വം എത്രയ്ക്കുണ്ട് എന്ന് യോഗീശ്വരന്മാർക്ക് പോലും നേരത്തെ പറഞ്ഞല്ലോ, അളക്കാൻ പറ്റുന്നില്ല, അളക്കാൻ പറ്റിയിട്ടില്ല. അവിടുത്തെ ആ തത്വം ആർക്കും ഗ്രഹിക്കാൻ സാധിക്കണില്ല എന്ന് നേരത്തെ മേൽപ്പത്തൂർ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. പിന്നെതാ മോഹനമായതിനേക്കാളും അതിമനോഹരം, സമ്മോഹനം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. പിന്നെയോ കാന്തം കാന്തി നിധാനതോപി മധുരം മാധുര്യ ദുര്യാതവി. എത്രണ്ടും മാധുര്യമുണ്ട് മറ്റു ദേവന്മാരുടെയൊക്കെ രൂപത്തിനെന്നാണെങ്കിൽ അതിലും ഏറ്റവും മധുരമേറിയ അവിടുത്തെ ആ രൂപം. പിന്നെ സുന്ദരമായതിനേക്കാളും സുന്ദരം, അതിസുന്ദരം എന്ന് മാത്രമല്ല അത്ഭുതകരങ്ങളായാൽ വെച്ച് ഏറ്റവും അത്യത്ഭുതമായ അവിടുത്തെ രൂപം. ആ വിഗ്രഹം ഈ ലോകത്തിൽ ആർക്കാണ് കൗതുകം ജനിപ്പിക്കാത്തത്? അപ്പോൾ ഇവിടെ ആ ആദ്യത്തെ ശ്ലോകത്തിൽ സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം എന്ന് പറയില്ല. അനുപമിതം, അനുഭവിക്കാൻ പറ്റാത്തത്, ഉപമയില്ല എന്ന ഭഗവാന്റെ ആ വിശേഷണം ഇവിടെ ഒന്നും കൂടി എടുത്തു പറയണേ. എല്ലാത്തിലും മേലെ നിൽക്കുന്നത്, പൂജ്യന്മാരിൽ പൂജ്യൻ, അല്ലെങ്കിൽ മോഹനമായ രൂപങ്ങളിൽ ഏറ്റവും മോഹനം, അതിമോഹനം, സമ്മോഹനം. പിന്നെ തേജസ്വികളായിട്ടുള്ള ആ മറ്റ് എല്ലാ വസ്തുക്കളേക്കാൾ, അല്ലെങ്കിൽ ദേവന്മാരായാലും എന്തായാലും ഏറ്റവും തേജസ്സാർന്ന അവിടുത്തെ ആ രൂപം. പിന്നെ
സുന്ദരമായ ഏറ്റവും സുന്ദരമായതിനേക്കാളും അതിമനോഹരം, ഏറ്റവും സുന്ദരം. ഇനി പറയാൻ വാക്കുകളിൽ ഇനി എത്രണ്ടും സുന്ദരമാണെന്ന് അവിടുത്തെ ആ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിച്ചാൽ പിന്നെ മറ്റുള്ള സൗന്ദര്യ വസ്തുക്കളെക്കുറിച്ച് ഇപ്പം വർണ്ണിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. വർണ്ണിക്കാൻ പറ്റുന്നതല്ല, അത്രയും സുന്ദരമാണ്. അങ്ങനെയുള്ള അതേപോലെ തന്നെ അവിടുത്തെ അത്ഭുതങ്ങളിൽ അത്ഭുതകരമായിട്ടുള്ള തമത്ഭുതം ബാലകം അംബുജേക്ഷണം എന്നിനി ഭഗവാന്റെ അവതാരത്തിൽ വിശേഷിക്കണമെന്നല്ലേ. അപ്പോൾ അത്ഭുതങ്ങളിൽ വെച്ച് അത്ഭുതകരമായിട്ടുള്ള അവിടുത്തെ ആ വിഗ്രഹം വപുസ് ഈ ലോകത്തിൽ അവിടുത്തെ ആശ്രയിക്കുന്ന സജ്ജനങ്ങളുടെ മനസ്സിനെ എന്തെന്നില്ലാത്ത അങ്ങനെ കാന്തം പോലെ ഇങ്ങനെ പിടിച്ചു വലിക്കുകയാണ് അവിടുത്തെ ആ രൂപം. ആർക്കാണ് കൗതുകം വളർത്താത്തത്? കൗതുകം വളർത്താത്ത മനസ്സുകളില്ല എന്നാണ്. അതാണ്. അപ്പോൾ തസ്മിൻ ധന്യാരമന്തേ എന്നും ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടുത്തെ ആ വപുസ്സിൽ, മനോഹരമായിട്ടുള്ള വപുസ്സിൽ, വിഗ്രഹത്തിൽ രമിക്കാത്തവരാരുമില്ല എന്ന് നേരത്തെ മേൽപ്പത്തൂർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നും കൂടി ആ വിശേഷണങ്ങളെ കൊണ്ട് മേൽപ്പത്തൂർ ഭഗവാന്റെ ആ അതിമനോഹരമായ സച്ചിദാനന്ദ സ്വരൂപമായ സച്ചിദാനന്ദക്കട്ട എന്ന് ആഞ്ഞം തിരുമേനിയൊക്കെ പറയുന്ന പോലെ സച്ചിദാനന്ദ സ്വരൂപമായ അവിടുത്തെ ആ രൂപത്തെ ഒന്നും കൂടി ഉപമിക്കാൻ വേറൊന്നുമില്ല, ഉപമിക്കാൻ സദൃശമായിട്ടുള്ളത് വേറൊന്നുമില്ല ഗുരുവായൂരപ്പ അവിടുത്തെ ആ രൂപത്തെ പോലെ എന്ന് മേൽപ്പത്തൂര് ഒന്നും കൂടി ഈ ശ്ലോകത്തിൽ അടിവരയിട്ട് പറയുകയാണ് ചെയ്യണത്. ഇനിയിപ്പോൾ അടുത്ത ശ്ലോകത്തിൽ ഇങ്ങനെയുള്ള അവിടുത്തെ ആ രൂപത്തെ കിട്ടാൻ വേണ്ടി, കിട്ടിയാൽ അവിടുത്തെ രൂപത്തിൽ തന്നെ എന്നും, അവിടുത്തെ ശരീരത്തിൽ തന്നെ എന്നും ഇരിക്കാൻ സാക്ഷാൽ ശ്രീദേവി, ശ്രീഭഗവതി, ശ്രീലക്ഷ്മി ആഗ്രഹിക്കണു. അതിൽ തെറ്റുണ്ടോ ഭഗവാൻ? അതിൽ തെറ്റില്ല എന്ന് ഒന്നും കൂടി അവിടെ ആവർത്തിച്ച് പറയണു. തത്താദൃക് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയി സാ ദേവി പരമോത്സുകാചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യ ബദ കഷ്ടമച്യുത വിഭോ